ശ്രീ റോണി കെ ബേബി, ഇവിടെ ശ്രീ ഉല്ലാസ് ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് വേണ്ടുന്നതൊക്കെയും നൽകുന്ന ജനക്ഷേമപരമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആ സർക്കാരിൻ്റെ നേട്ടമാണ് ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിലെ ജനങ്ങളും അത് തിരിച്ചറിഞ്ഞു. അവിടുത്തെ സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു മികവും ആ ഭരണ നേട്ടവും എത്രത്തോളം തങ്ങളുടെ ജീവിതം സ്വസ്ഥമാകാൻ, സൂര്യമായി ജീവിക്കാൻ തങ്ങൾക്ക് ഉതകുന്നു എന്നതുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മൂന്നാം വട്ടവും ഹരിയാനയിലെ ജനങ്ങൾ ഈ BJP അധികാരത്തിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം. പക്ഷേ വ്യാജപ്രചരണങ്ങൾ ഒരുപാട് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അത് കർഷകരുടെ പേരിൽ നടക്കുന്ന സമരങ്ങളായി കഴിഞ്ഞാലും, ഗുസ്തിയുടെ പേരിലുള്ള സമരങ്ങളായി കഴിഞ്ഞാലും, അങ്ങനെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അഗ്നിവീർ അടക്കമുള്ള ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണയായി കഴിഞ്ഞാലും, ഇത്തരത്തിൽ എത്ര കാലം കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും, എത്ര കാലം കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയും, അത് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഈ ജനവിധി നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്? ആവേശത്തോടെ സംസാരിക്കുമ്പോൾ അടുത്ത് കുറച്ചുകൂടെയൊക്കെ ഒരു ആത്മാർത്ഥതയൊക്കെ പിന്നെ കാണിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാരൊക്കെ, ഞാൻ BJPയുടെ തന്നെ ഒരു ഡസൻ നേതാക്കന്മാരെ ഞാനിപ്പോ തന്നെ എടുത്തു പറയാം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അത് കുറച്ചെങ്കിലും ഒന്ന് സത്യസന്ധത ഉണ്ടാവണം. ഈ പറഞ്ഞ പൂനം മഹാജനും, അതുപോലെ തന്നെ പ്രീതി മുണ്ടയും, അതുപോലെ ജ്യോതിരാദിത്യ സിന്ധ്യയും, മിലൻ ദിയോറയും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ജിതിൻ പ്രസാദിയും, അനിൽ ആന്റണിയും, അതുപോലെ തന്നെ പത്മജ വേണുഗോപാലും, അതിന്റെയൊക്കെ ഒരു ചരിത്രം കൂടെ നമുക്കൊന്ന് വിശകലനം ചെയ്താൽ, അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് കുടുംബവാഴ്ചയ്ക്കൊപ്പം അല്ല, കുടുംബവാഴ്ച പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെ BJP ഒരു വ്യത്യസ്ത പാർട്ടിയാണെന്ന് പറയുമ്പോൾ ആ നിലപാടുകളും അങ്ങനെ ആയിരിക്കണം എന്ന് മാത്രം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഹരിയാനയുമായി പിന്നെ ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വളരെ വലിയ വലിയ ആശങ്കകൾ അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. എനിക്ക് ഈ ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു മുമ്പ് സംസാരിച്ച ജനൻ ടിവിയുടെ റിപ്പോർട്ടർ തന്നെ പറയുന്നു, അവിടെ ഈ പറയുന്ന വിനേഷ് ഗോഹട്ട് പിന്നിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ സൈറ്റിൽ നോക്കുക, വിനേഷ് ഗോഹട്ട 4684 വോട്ടിന് ലീഡ് ചെയ്യുകയാണ് അവിടെ BJP സ്ഥാനാർത്ഥിയേക്കാൾ പറയുന്ന മണ്ഡലത്തിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ജനൻ ടിവിയുടെ റിപ്പോർട്ട് തന്നെ പറയുണ്ടായി 8-9 റൗണ്ടുകളെ പിന്നിട്ടിട്ടുള്ളൂ. അത് പല നിയോജകമണ്ഡലങ്ങളിലും 18 മുതൽ 20 വരെ റൗണ്ടുകളാണ്. അപ്പോൾ പകുതിയോളം വോട്ടുകൾ പോലും ഇതുവരെ എണ്ണിയിട്ടില്ലെന്ന് മനസ്സിലാകുന്നത്. ഇപ്പം സമയം നട്ടുച്ചയാവുന്നു. 8 മണിക്ക് തുടങ്ങിയ പോളിംഗ് ആണ്, അല്ലെ കൗണ്ടിംഗ് ആണ്. 8 മണിക്ക് തുടങ്ങിയ കൗണ്ടിംഗ് ആണ്, ഏകദേശം 1 മണിയോടുകൂടി ആയിരിക്കുന്നു. പിന്നെ കാശ്മീരിലെ കാശ്മീർ വാലി, അവിടെ നിന്നൊക്കെയുള്ള ഡേറ്റ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട്. പക്ഷെ കാശ്മീർ വാലിയിലെ റിസൾട്ട് ഒക്കെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇത്രയും ഡൽഹിയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഈ പറയുന്ന ഹരിയാന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ഈ അപ്ഡേഷൻസ് വൈകുന്നതിൽ നമുക്ക് അതിൻ്റെ അകത്ത് ചില ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയല്ല, പക്ഷെ എന്തൊക്കെയോ ഒരു വ്യക്തതക്കുറവുണ്ട് എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. കാരണം ഇലക്ഷൻ കമ്മീഷൻ സൈറ്റ് നോക്കിയാൽ വളരെ വ്യക്തമാണ്. കാരണം ഓരോ നിയോജകമണ്ഡലത്തിലും ആകെ എത്ര റൗണ്ട് ഉണ്ട്, അതിൽ ഇതുവരെ എത്ര റൗണ്ട് എണ്ണിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പലയിടത്തും 18-20 റൗണ്ടുകളിൽ 7-8 റൗണ്ടുകൾ വരെ ഇതുവരെ എണ്ണിയിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നടക്കാത്തത് എന്നത് ഞാൻ ഒരു ആരോപണമായിട്ടല്ല. ശ്രീ റോണി കെ ബേബി, നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. വീണ്ടും ഉല്ലാസ് ബാബുലേക്ക്. ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ റോണി കെ ബേബി താങ്കൾ നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു മറുപടി ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, റോണി കെ ബേബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിമർശനം ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, റോണി, ഞങ്ങൾ 10 വർഷക്കാലം ഹരിയാനയിൽ ഭരിച്ചതിൻ്റെ പരിപൂർണമായ കോൺഫിഡൻസോടുകൂടിയാണ് 3ാം തവണയും ഞങ്ങൾ അധികാര കസേരയിലേക്ക് കയറുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചത്. താങ്കൾ പറയുന്ന പോലെ തന്നെ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപായിട്ട് ഏകദേശം 80+ വോട്ടുകൾ എണ്ണാനുണ്ട് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞത്. സ്വാഭാവികമായിട്ട് എത്ര റൗണ്ട് എണ്ണുമ്പോഴും ഒരു സൂചനകൾ എന്ന് പറയപ്പെടുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. വോട്ടെണ്ണലുമായി തുടങ്ങിയ സമയത്ത് മുതൽ ഇങ്ങോട്ട് ആദ്യത്തെ 2 മണിക്കൂറുകൾക്ക് പോസ്റ്റൽ വോട്ട് എണ്ണിയതിന് ശേഷമുണ്ടായ ഓരോ നിമിഷങ്ങളിലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണെന്ന്. ഞങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് ഞങ്ങൾ മാറുന്നില്ല. നിങ്ങൾ നടത്തിയിട്ടുള്ള കള്ളപ്രചരണങ്ങൾ, നിങ്ങൾ നടത്തിയിട്ടുള്ള ജനങ്ങളോട് കാണിച്ച നീതികേടുകൾ, ജനങ്ങളെ വഴിതിരിച്ചു വിടാൻ കാണിച്ച തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങൾ പരാജയപ്പെടുന്നു, പാളുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം റോണി ആരോപണം ഉന്നയിക്കുന്നില്ല എന്നും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിലേക്ക് പറയുന്ന വിഷയം എന്താണ്?
അതിനകത്ത് സൂത്രപ്പണി ഉണ്ടെന്നാ എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ഈ സൂത്രപ്പണി പറഞ്ഞിരിക്കാനല്ലാതെ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും NDA മുന്നണി അധികാരത്തിൽ വരില്ല എന്നും NDA മുന്നണി അധികാരത്തിൽ കയറാൻ സാധിക്കില്ല എന്നും അത് ഞങ്ങൾ കൃത്രിമം കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് വിട്ടു. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിന് ചെറിയൊരു മറ്റേ വ്യത്യാസം സീറ്റ് ഷെയറിലുണ്ടായ സമയത്ത് ആ പ്രശ്നമൊക്കെ പോയി. എല്ലാം ശുഭമായി മാറി. എവിടെയാണ് നിങ്ങളുടെ ഈ നിലപാട്? ഈ നിലപാടാണ് പ്രശ്നമെന്നേ. നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഇന്ന് പ്രായോഗിക രാഷ്ട്രീയത്തിന് അപ്പുറത്ത് വിട്ട് സൂത്രവാക്യ രാഷ്ട്രീയങ്ങളായി മാറി. എന്താണ് ഇന്ന് കാലത്ത് ആവശ്യം? ആ നയം ഇന്ന് കാലത്തെടുക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്താണ് ആവശ്യം? ആ നയം ഉച്ചയ്ക്ക് ശേഷം എടുക്കുക. അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാടുകളിൽ നിന്ന് ശക്തമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കേണ്ടത്. നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നുണ പറയുന്നു. നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങൾ ജനങ്ങളോട് അനാവശ്യമായ കാര്യമുണ്ടാക്കി. വളരെയധികം നന്ദി ശ്രീ ഉല്ലാസ് ബാബു, ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.